ഹലോ ഫ്രണ്ട്സ്, ക്രിസ്മസ് റിലീസായി പ്രധാനമായും 3 സിനിമകളായിരുന്നു തിയേറ്ററിലേക്ക് എത്തിയത്. ലാലേട്ടൻ്റെ നേര്, SRKയുടെ ഡങ്കി, പ്രഭാസിൻ്റെ സലാർ. ഇതിൽ നേര്, ഡങ്കി എന്നീ 2 സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ നേടാൻ സാധിച്ചപ്പോൾ ഏറെ ഹൈപ്പിൽ വന്ന സലാറിന് മിക്സഡ് രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. നമുക്ക് ഓരോ സിനിമയുടെയും ഇതുവരെയുള്ള കളക്ഷൻ നോക്കാം. ലാലേട്ടനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരുക്കിയ കോർട്ട് റൂം ഡ്രാമ സിനിമയായിരുന്നു നേര്. ലാലേട്ടൻ്റെ ഏറെ കാലത്തിന് ശേഷം മികച്ച അഭിപ്രായം നേടിയ സിനിമ കൂടിയാണ് നേര്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ഗംഭീര തിരിച്ചുവരവ് സിനിമ കൂടിയായി നേര് മാറിയിട്ടുണ്ട്. വൻ ചിത്രങ്ങൾക്കിടയിലും ജനസാഗരം കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നേരെന്ന സിനിമയ്ക്ക് മാത്രമാണ്. ലോ ബഡ്ജറ്റിൽ വന്ന ചിത്രം കേരളത്തിൽ നിന്ന് 5 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് 15,95,00,000 രൂപയാണ്. ഓവർസീസിൽ നിന്ന് 15,50,00,000 ചിത്രം നേടിയിട്ടുണ്ട്. 5 ദിവസത്തെ ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 33,60,00,000 രൂപയോളമാണ്. ഇന്നത്തോടുകൂടി ചിത്രം വേൾഡ് വൈഡായി 40 കോടി ക്ലബിലും എത്തും. SRK നായകനാക്കി രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്തൊരുക്കിയ എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു ഡങ്കി. നല്ല അഭിപ്രായങ്ങൾ ലഭിച്ച സിനിമ 5 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആകെ സ്വന്തമാക്കിയിട്ടുള്ളത് 156 കോടി രൂപയും വിദേശത്ത് നിന്ന് ആകെ സ്വന്തമാക്കിയിട്ടുള്ളത് 100 കോടി രൂപയുമാണ്. 4 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 256 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് ചിത്രത്തിന് 2,30,00,000 രൂപയോളം ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. പ്രഭാസിനെ നായകനാക്കി പ്രശാന്തിയിൽ സംവിധാനം ചെയ്തൊരുക്കിയ പാൻ ഇന്ത്യൻ മാസ് സിനിമയായിരുന്നു സലാർ. വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് 11,40,00,000 രൂപയാണ്. തെലുങ്കിൽ നിന്ന് 164,60,00,000 രൂപയും കർണാടകയിൽ നിന്ന് 30,25,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 15,70,00,000 രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 79,55,00,000 രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആകെ ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് 301,50,00,000 രൂപയും വിദേശത്ത് നിന്ന് ആകെ സ്വന്തമാക്കിയിട്ടുള്ളത് 90 കോടി രൂപയുമാണ്. സലാറിൻ്റെ 4 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 391,50,00,000 രൂപയാണ്. 1000 കോടി ക്ലബിലേക്ക് ചിത്രം എത്തുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും സംശയമാണ്. ക്രിസ്മസ് റിലീസായി എത്തിയ ഈ 3 സിനിമകളിൽ കേരളത്തിൽ ലാലേട്ടൻ്റെ നേര് തന്നെയാണ് ക്രിസ്മസ് വിന്നറായി മാറിയിട്ടുള്ളത്. ഇന്ത്യയിലും വേൾഡ് വൈഡ് കളക്ഷനിലും സലാർ തന്നെ മുന്നിൽ നിൽക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഈ 3 സിനിമകളിൽ നിങ്ങൾ കണ്ട സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.